ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയട്ടെ. ഉത്സവത്തിൻ്റെ കുഞ്ഞൊരു പർച്ചേസിംഗ് ആയിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പം എല്ലാവർക്കും കുഞ്ഞൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പം ഞാൻ, പാർത്തമ്മോന്, കുഞ്ഞമ്മയുടെ മോള്, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇത് പോകുന്ന വഴിക്ക് നമ്മുടെ കാളമുട്ടിലെ പായസം ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉത്സവത്തിൻ്റെ കാളപ്പണിയൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറാനായിട്ട് നിന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കാലിയോട്ടം കിട്ടി ചക്കുവള്ളിക്ക്. അങ്ങനെ ഞങ്ങൾ 4 പേരും അതിനകത്ത് ചാടി കയറി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ കുതിരയൊക്കെ കിട്ടുന്നതൊക്കെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ചക്കുവള്ളി എത്തി കേട്ടോ. ഇത് നമ്മുടെ ആർച്ചാണ്, ഉത്സവത്തിൻ്റെ ആർച്ച് ചക്കുവള്ളി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചന്തയ്ക്കകത്തോട്ട് കയറി. ചന്തയ്ക്കകത്തുള്ള ഒരു പച്ചക്കറി കടയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും ഓണമായാലും ഉത്സവമായാലും അല്ലെങ്കിൽ സ്ഥിരം വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവർ കുറച്ച് കൂടുതൽ തരും നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നതായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. പാർത്തമ്മോനാണ് വീഡിയോ പിടിക്കുന്നത് കേട്ടോ. അവൻ പിന്നെ ചന്തയ്ക്കകമൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. പിന്നെ ഇവിടെ മീൻ കച്ചവടം തുടങ്ങിയില്ല. അവർ മീനൊക്കെ കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ഇറക്കുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ സമയം ഏതാണ്ട് ഒരു 4 മണി ആവുന്നതേ ഉള്ളായിരുന്നു. ആ സമയത്ത് മീൻ കച്ചവടം തുടങ്ങത്തില്ലല്ലോ. 5 മണി 5:30 6 മണിയൊക്കെ ആകുമ്പോഴത്തേനല്ലേ മീൻ കച്ചവടമൊക്കെ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഇവരെല്ലാം ഇത് കൊണ്ടുവന്ന് ഇറക്കുന്ന സെറ്റ് ചെയ്യുന്നതൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തോട്ട് ഇങ്ങനെ ഒരു ബേക്കറി കയറാം. വെള്ളം കുടിക്കണം, അവന് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ബേക്കറിലോട്ട് കയറിയപ്പോൾ കാണാം അതിനകത്ത് ഒടുക്കത്തെ തിരക്ക് കാരണം ഇരിക്കാനും ഒന്നും സ്ഥലമില്ല. ശരിക്കും ആളുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞെങ്കിൽ നമുക്ക് പാപ്പമോ പലഹാരം എന്താണെന്ന് വെച്ചാൽ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് പലഹാരമൊക്കെ വാങ്ങിച്ചു. അവന് ലെയ്സൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ചു. ലെയ്സോ ബിങ്കോയൊക്കെ വാങ്ങിച്ചു. പിന്നെ വേറെ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു. വീട്ടിൽ പോയിരുന്ന ചായ ഇട്ട് സ്വസ്ഥമായിട്ട് കുടിക്കാമല്ലോ. ഇതാകുമ്പോൾ തിരക്കിനകത്ത് ഇങ്ങനെ നിന്ന് കുടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോകാൻ നിന്നപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് മലനടയ്ക്ക് ഒരു കാലിയോട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ ആട്ടോയ്ക്കകത്ത് കയറി ഞങ്ങൾ നല്ലൊരുവിടെ കയറി ഇങ്ങ് പോരുന്നു കേട്ടോ. നമുക്കെന്ന് പറഞ്ഞാൽ മലനടയിൽ നിന്ന് ചക്കോളി വരെ 13 രൂപ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇച്ചിരി ദൂരം നടക്കണം. തോനെ നടക്കേണ്ടുന്നത് കൊണ്ട് നടന്നു പോകണ്ട, ബസ്സിന് പോകാമെന്നും പറഞ്ഞ് നിന്നപ്പോഴാണ് നമുക്ക് കാലിയോട്ട കിട്ടിയത്. പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സൗണ്ട് ഡിസ്റ്റർബ് കാണുമായിരിക്കും. കാരണം നമ്മളിവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ രാത്രി പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബഹളവും കൂടി നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നിറങ്ങി. സാധനമൊക്കെ ആട്ടോ മലനടയ്ക്ക് വന്നൊരു ആട്ടോ ആയിരുന്നു. അങ്ങനെ ഞാനും മോനും കൂടി വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇത് കുഞ്ഞമ്മയും മോളും കൂടെ അവരുടെ വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ റോഡിൽ കൂടെ നടന്നങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഇത് അയാൾക്ക് വാങ്ങിച്ച പലഹാരമാണ് കേട്ടോ, പാപ്പങ്ങളാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാനാണെങ്കിൽ മുന്നേ നടന്നു പോയി. പാർത്തമ്മൻ പുറകെ വരുവാണ്. അവനായിരുന്നല്ലോ ഇന്നത്തെ എൻ്റെ ക്യാമറാമാനോൻ. അപ്പം ആൾ ക്യാമറ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ കയ്യിൽ നിന്ന് നിലത്ത് വീണു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ അത് കട്ട് ചെയ്ത് കളയല്ലേന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.